ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. അങ്ങനെ അതന്ന് രാവിലത്തെ ചായൻ്റെ കടി അപ്പാണ് കേട്ടോ ചുട്ടുന്നത്. അരി അരച്ച അപ്പല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ചായ ഇവിടെ തിളപ്പിച്ച് വെച്ചിക്കണ്. പിന്നെ കറി ഉണ്ടാക്കിക്കണം കേട്ടോ. കറി കടലക്കറിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയല്ലേ. അതാ ഞാനിപ്പോൾ അപ്പം ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ രാവിലത്തെ കറി ഇങ്ങോട്ടായി കിട്ടാനാണല്ലോ വലിയ പരം. അതുണ്ടായി കിട്ടിയാൽ പിന്നെ നമുക്ക് കടി ഇങ്ങനെ ആക്കും പോലെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ അത് അപ്പം ചുടൽ കഴിഞ്ഞിപ്പോൾ മക്കളെ മദ്രസക്കൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ ചായ കുടിച്ചാൽ വേണ്ടി ഇരിക്കുകയാണ്. അതൊക്കെ മദ്രസിൽ എക്സാം ആയതുകൊണ്ട് ഞാൻ ചായ കുടിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മറ്റേ ഞാൻ ഹോബി ചായ കുടിച്ചിന് വീഡിയോ ഒക്കെ എടുക്കലുണ്ട്. ഇന്നിപ്പോൾ അപ്പം ചുട്ട് കടീൻ്റെ ഇടയ്ക്ക് തന്നെ നേരത്തെ പോകേണ്ടതുകൊണ്ടേ എന്താ അപ്പം ചുട്ട് കടീൻ്റെ ഇടയ്ക്ക് തന്നെ ഓള് ചായയൊക്കെ കുടിച്ച് പോയി. അങ്ങനെ ഇപ്പോൾ നമ്മളെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ തീമടാൻ വേണ്ടിയിട്ട് ഓലക്കൊടിയും വറകൊക്കെ പുറത്ത് പോയി കൊണ്ടുവന്നതാണ് ഇട്ടത്. എന്നിട്ടിപ്പോൾ നമ്മൾ ഗ്യാസുമ്പോൾ തണുത്ത തീ പിടിപ്പിച്ചത്. അങ്ങനെ തീയൊക്കെ കത്തി പിടിച്ച് കിട്ടിയിട്ടോ. നല്ല ഉഷാറായിട്ട് തീയൊക്കെ കത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതാണ് സമയം കൊണ്ട് കുട്ടികൾക്ക് കൂട്ടാൻ ഉണ്ടാക്കുക. അപ്പം ഇന്ന് മുട്ട ഉപ്പേരി വെക്കാൻ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിനൊക്കെ ചൂടാക്കിയിരുന്നാണ് കേട്ടോ. എന്നിട്ടാണ് അരിഞ്ഞ് വെച്ച വല്ലുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അതവിടെ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണ് സമയം കൊണ്ട് മുട്ട ഇങ്ങനെ കുത്തിറക്കണ്ട, നമുക്ക് വേഗം കറി വെക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് കറി ചിരങ്ങ താളിച്ചാന്ന് കേട്ടോ കരുതിയത്. അപ്പം അതിനുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല ഇളയ ചിരങ്ങയാണ് കേട്ടോ. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ തൊലി കളയലുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇളയ ചിരങ്ങയൊന്നും തൊലി കളയാറില്ല. എനിക്ക് അങ്ങനെ എന്താ ഒരു ഇഷ്ടമല്ല തൊലി കളയാതെ കറി ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ ചിരങ്ങാടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിന് നമ്മൾ ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളക് എന്താ വെച്ചാൽ കുട്ടികൾ പറഞ്ഞു പച്ചമുളക് ഇടണ്ട, മുളക് കടിച്ചിട്ട് എരിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി ഓൽക്കുള്ള കൂട്ടാനല്ല, അതുകൊണ്ട് ഞാൻ മുളക് ഇടാതെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഉടച്ച് വെച്ച മുട്ടയും കൂടെ ഒക്കെ പറന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് വേവിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അടച്ച് വെച്ചവിടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തൊലിയ കളഞ്ഞ് വെച്ച ചിരങ്ങ അതും കൂടി ഒന്ന് അരിഞ്ഞ് കുക്കർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കൈക്ക് എടുത്തതാണ് കേട്ടോ. അപ്പം ഇളയ ചിരങ്ങ ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഞാനുണ്ട് നുറുക്കിയെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചിരങ്ങട അരിഞ്ഞ് വെച്ചതിന് ശേഷം പിന്നെ അരി ഇട്ട് കൊടുത്തത് കേട്ടോ. അതിൽ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് കണ്ട് വേവിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചീരാപ്പറങ്കി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി അവിടെ ഗ്യാസുമ്മേലവിടെ ഇപ്പോൾ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിജു നീച്ച് വന്നുകൊണ്ട് ചായ കുടിച്ചേന്ന് കേട്ടോ. ഓൻ ചായ കഴിഞ്ഞാണ്ട് കൈയൊക്കെയാണത്. അപ്പം ഞാൻ ഓനോട് കുലുക്കുകയെന്ന് പറഞ്ഞപ്പം ഓന് ഞാൻ
രാവിലെ നീച്ചപ്പം കുൽക്കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂല ഒന്നും കൂടി കുൽക്കുയെന്ന് പറഞ്ഞപ്പം തെറ്റിപ്പോയതാട്ടോ. പിന്നെ ഒന്ന് കണ്ട് കുൽക്കുഞ്ഞ് പോയിക്കണം. അത് പിന്നെ ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നല്ലാണ്ടൊക്കെ കഴുകിയെടുക്കുകയാണ്. എൻ്റെ പാത്രം മോറിലൊക്കെ കഴിയുമ്പോക്കിന് ചോറും വേഗം. പിന്നെ റേഷൻ പീടികത്തെ അരി ആകൊണ്ട് പെട്ടെന്ന് വേഗം കിട്ടും. പിന്നെ അപ്പോഴേക്കും നമ്മൾ കറിയും അവിടെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ വെന്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിരങ്ങ വെച്ചതും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കണ്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം മുട്ടപ്പേരി മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വെണ്ടക്ക ഉണ്ടെങ്കിൽ പൊരിച്ചാൽ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളോട് വെണ്ടക്ക പൊരിച്ചാന്ന് വെച്ചാൽ പോർക്ക് വേണ്ട, മുട്ടപ്പേരി മാത്രം മതി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടയും ഉള്ളിയും കൂട്ടിയാണ്ടുള്ള ഉപ്പേരി കേട്ടോ. അതേമാതിരി വെറും ഉള്ളി കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇന്ന് ഇത് പാത്രത്തിലാക്കണ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, റേഷു നാളെ എനിക്ക് ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി തരണം കേട്ടോ എന്നൊക്കെ. അപ്പം ഞാൻ കൂട്ടാൻ ഇടാൻ വേണ്ടി പാത്രം അതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുത്തപ്പോഴാണ് അടപ്പാണെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് കണ്ട് അതിൻ്റെ മുകൾക്ക് തന്നെ ഇട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അതാണ് മാറ്റിയത് നിങ്ങളാ കണ്ടത്. അത് ഗോപി പറയുന്നുണ്ട് നിങ്ങൾ അടപ്പാണ് എടുത്തിക്കണമെന്ന്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് തന്നെ. അങ്ങനെ നമ്മൾ റിജുവിൻ്റെ കൂട്ടാനും ആക്കി കൊടുത്തിട്ടുണ്ട്. റിജു പിന്നെ ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങല കേട്ടോ, LKGയിലായതല്ലേ. പിന്നെ ഇന്നിപ്പോൾ സ്നാക്സ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബ്രെഡാണ്. അതെല്ലാം ആയി പോലെ സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സലാഖ് തന്ന് ടാറ്റൊക്കെ തന്ന് പോയി. അത് കഴിഞ്ഞൊക്കെ തന്നെ നമ്മളെ റിജുവിൻ്റെ വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഓനും കയറിക്കണ്. അപ്പോൾ ഓനും സലാമൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സലാം മടക്കിയത് ഓനക്ക് കിട്ടില്ല കേട്ടോ. ഒന്നും കൂടി പിന്നെ സലാമൊക്കെ തന്ന് പോയിക്കണ്. അങ്ങനെ നമ്മൾ ഓൻ്റെ പോക്കൊക്കെ കഴിഞ്ഞപ്പോൾ മീനുണ്ട് ഇപ്പോൾ ഇനി നന്നാക്കാൻ. വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പോൾ മീനൊക്കെ നന്നാക്കട്ടെ വെച്ചിരിക്കുകയാണ്. ഇന്ന് പൈല മീനാണ് കേട്ടോ കിട്ടിയിരുന്നത്. അത് നമ്മൾ മീൻ നന്നാക്കൽ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ അത് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയൊക്കെ തേച്ച് ഇതാണ് ഫ്രിഡ്ജിൽ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് അത്തുകൂടെ ഒക്കെ ഒന്ന് അടിച്ചു തരണം. അടിച്ചു തരുന്ന സമയം തന്നെ ഒന്ന് മസാല പിടിക്കട്ടെ. ഇന്നിപ്പോൾ മീനും കൂടി പൊരിച്ച് വെച്ചിട്ട് ഒന്ന് തറവാട്ടിൽ കൂടെ ഒന്ന് പോകണം കേട്ടോ. അതാണ് ഇത്ര സ്പീഡിലായിട്ട് പണിയൊക്കെ എടുക്കുന്നത്. അകത്തൊക്കെ മക്കൾ ഇങ്ങോട്ട് ആകെ പരത്തിയിട്ടാണ് പോയിക്കുന്നത്. ഇപ്പം ഇന്നലെ അന്തിക്ക് മുട്ടായി എന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആകെ മുട്ടായി കടലാസും ആകോടി ചേരാൻ നിന്നാൽ പിന്നെ മുറ്റത്തിനും കുറച്ച് അപ്പുറേക്കാരം. ഇവിടെ മുറ്റത്തിലേറെ ചമ്മൽ ഇവിടെ അകത്തേക്കാരം. ഓല് ആകെ ഇങ്ങോട്ട് പേപ്പർ കുത്തിയിട്ടിട്ടും മുട്ടായി കൊടുന്നിട്ടിട്ടും ലേസ് കൊടുന്ന് തിന്ന് അതിൻ്റെ കൂടെ ഇട്ടിട്ടും ആകെ പരത്തിട്ടോ. കുട്ടികളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ഇക്കാരല്ലേ. ഞാൻ എത്ര വെച്ചിട്ടിട്ടും കാര്യമില്ല. ഓല് പിന്നെയും പരത്ത് പിന്നെ ഞാൻ ഇപ്പോൾ കുറേയൊക്കെ മിണ്ടാതെ നിൽക്കലാണ്. അങ്ങനെ നമ്മൾ അത്തുകൂടെ ഒക്കെ അടിച്ചേരൽ കഴിഞ്ഞ് കാണ്ട് ഇപ്പം കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിങ്ങനെ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് അതൊന്ന് വറവിട്ടെടുക്കും. അപ്പുറത്തെ അടുപ്പത്ത് മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചിരുന്നു കേട്ടോ. തറവാട്ടിൽ പോകണം എന്ന് കരുതിയിട്ടാണ് രണ്ടടുപ്പത്തും പെട്ടെന്ന് വേഗം ആക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ അവിടെ വറവിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പം ഇന്നിപ്പം ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുക്കണുള്ളൂ. മീനും കൂടിയും പൊരിച്ചാണ്ട് പോവാണ്. പിന്നെ തുടക്കലൊക്കെ തിരുമ്പി കുളിച്ചാലും ഒക്കെ അവിടെ പോയി വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ മാതിരി ലൈക്ക് അടിച്ചങ്ങ് മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.